ഏതായാലും കോൺഗ്രസ്സിലെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കടിപിടി അവസാനിക്കുന്നതേയില്ല. ഹൈക്കമാൻഡ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾ കർശന നിർദ്ദേശം കൊടുത്തു എന്നാണ് മാധ്യമങ്ങളുടെ വാർത്തയാണ്. സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഇങ്ങനെയൊന്നും പാടില്ല, ഞങ്ങളെല്ലാവരും വളരെ മര്യാദയ്ക്ക് ഇരിക്കണം, നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ എന്നൊക്കെ. പക്ഷേ അതിനിടയ്ക്ക് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വീണ്ടും അത് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശം ഒരു കാലത്ത് കെ സി വേണുഗോപാലിനെ വീട്ടിൽ ഇരുത്താൻ വേണ്ടി നടന്നതാണ്. അന്നെല്ലാം കെ സി വേണുഗോപാൽ ജയിച്ചു. ഇതിനകത്ത് ഈ കളിക്കെല്ലാം പിന്നിൽ കെ സി വേണുഗോപാൽ, വേറെ ആരുമല്ല. ഈ കളികൾ മുഴുവൻ നടത്തുന്നതും ഈ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങി വെച്ചതും എല്ലാം കെ സി വേണുഗോപാലാണ്. എനിക്ക് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ജനത്തെ ഭരണം കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്ത് ഈ വോട്ട് ചെയ്ത ജനങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നതിന് തുല്യമാണ്. അത് കോൺഗ്രസ്സുകാർ എപ്പോഴും ഇതാണ്, അവർ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. വീണ്ടും ഇനി 5 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ ജനങ്ങളെ ചെന്ന് കണ്ടാൽ മതിയല്ലോ എന്ന് അവർ ആലോചിക്കും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പ്രതികരിക്കുന്നവരാണ് എപ്പോഴും. പിണറായി വിജയൻ്റെ നശിച്ച ഭരണം കാരണം പൊറുതി മുട്ടിയ ജനങ്ങൾ അറ്റ കൈക്കാണ് ഇവരെ ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ചു. അതെ. പക്ഷേ ആ വോട്ടെടുപ്പ് കഴിഞ്ഞ് അന്ന് തൊട്ട് യവന്മാരുടെ പരിപാടി തുടങ്ങി. അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടിയതാണെങ്കിൽ മന്ത്രിമാരെ കൊണ്ട് കൊലപാതകം നടക്കാൻ പോകണമെന്ന് ഉറപ്പാണ്. അതാണ് ഇതിപ്പം ഇതിൻ്റെ പിന്നിൽ ഇപ്പം നടക്കുന്ന ഈ അടിയുടെ മൊത്തം പിന്നിൽ കെ സി വേണുഗോപാൽ. ഇത് ഒരു സൈഡിൽ കൂടെ ഇത് സൈലൻ്റ് ആയി വരുമ്പോൾ വീണ്ടും ആരെ കൊണ്ടേലും അത് ഒന്ന് പറയിപ്പിക്കും. ഈ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും വേണുഗോപാലുമായിട്ട് ഒരു അനുരഞ്ജന സംഭാഷണം, ഒരു ചർച്ചയും നടന്നിട്ടുണ്ട്. അതിന് ഒരു SNDPയുടെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രമുഖ നേതാവാണ് മധ്യസ്ഥത ചമഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായി ഇനി ഇത്തവണ മുഖ്യമന്ത്രി ആകാത്തതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് കേസും കുസ്തിക ചേർക്കാൻ ആൾ വേണ്ടേ? അപ്പം എന്തിനാണ് കെ സി വേണുഗോപാൽ വെള്ളാപ്പള്ളിയെ ചെന്ന് കണ്ടതെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണുഗോപാലിന് കിട്ടും. പിന്നെ ഇനി പുള്ളി ചെയ്യേണ്ടത് സമുദായ സംഘടനാ നേതാക്കളുടെ പിന്തുണ. പിന്നെ ആകെ ഉള്ളത് ആർക്കാണ്? ഇപ്പം UDF വേറെ പിന്നെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുന്ന ഈഴവരൊന്നും ആരുമില്ല. ഉണ്ടായിരുന്നത് അടൂർ പ്രകാശാണ്, അദ്ദേഹം മത്സരിച്ചില്ല, ഒന്നുമില്ല. അപ്പം അല്ല, കെ സുധാകരൻ മത്സരിച്ചില്ല. അപ്പം ആ സാഹചര്യത്തിൽ പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ പിന്തുണയും അദ്ദേഹം ഉറപ്പാക്കും. അങ്ങനെ സാമുദായിക പിന്തുണ മുഴുവൻ ഒരു സൈഡിൽ കൂടെ ഉറപ്പാക്കുക. പിന്നെ അദ്ദേഹം കൊടുത്ത സീറ്റുകൾ, അദ്ദേഹമാണല്ലോ ഈ സീറ്റ് വിഭജനം എല്ലാം ഉണ്ടാക്കി. ഒരുപാട് അനുയായിക്ക് കൊടുത്തല്ലോ, പലരുടെ എതിർപ്പ് കൊടുത്ത എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് വേണ്ടി കൈവെക്കാനുള്ള ആൾക്കാരെ മൊത്തം പുള്ളി കൊടുത്തു. അത് ഒരു വിഷയം. പിന്നെ അതിനൊപ്പം തന്നെ ഏറ്റവും മർമ്മപ്രധാനമായ അല്ല തന്ത്രപ്രധാനമായ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്ക് ഫണ്ടിനൊരു പ്രശ്നമില്ല. ഈ ഫണ്ട് മുഴുവൻ കൊണ്ടുവന്നത് കെ സി ആണ് കൊണ്ടുവന്നത്. ഈ ഫണ്ട് റൈസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വന്ന് പിണറായി വിജയനെ ചീത്ത വിളിച്ച ആൾക്കാരുണ്ട്, റേവന്ത് റെഡ്ഡിയെ പോലുള്ള. ഇതെല്ലാം പരസ്യമായ രഹസ്യമാണ്. ഇത് പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണയൊക്കെ പൈസ ഇല്ലാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൈസ ഇല്ലാതെ കഷണിക്കായിരുന്നു. സ്ഥാനാർത്ഥികൾ സ്വന്തമായിട്ട് പൈസ കണ്ടെത്തേണ്ട അവസ്ഥയായിരുന്നു. നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം. കാരണം അന്ന് പാർട്ടിക്ക് കയ്യിൽ പൈസ ഇല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാത്രം നോക്കിയാൽ പോരല്ലോ, അതെ, രാജ്യം മുഴുവൻ നോക്കണ്ടേ? രാജ്യം മുഴുവൻ കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് ഭരണമുണ്ട്, പാവപ്പാട്. കർണാടകം പോലെ അല്ലെങ്കിൽ തെലങ്കാന പോലെ സംസ്ഥാനത്തേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് പോയിട്ടും കാശ് കിട്ടാൻ സാധ്യതയുള്ള ഒരേ സംസ്ഥാനം പിന്നെ കർണാടകമാണ്. ഇപ്പം അവിടെ നിന്നാണ് ഫണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. ആയിരിക്കാം. അപ്പം ഈ ഫണ്ട് കൊണ്ടുവന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കെല്ലാം വാരിക്കോരി കൊടുത്തതും ഇത്തവണ അതുകൊണ്ട് എന്ത് പറ്റി, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഓളം ഉണ്ടാക്കാൻ കോൺഗ്രസിന് പറ്റി. ഞാൻ ഏതാണ്ടൊരു 10 വർഷത്തിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു ലഘുലേഖ കിട്ടുന്നത്. ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2 വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 വന്നു. ഇതെല്ലാം കണ്ടോണ്ടിരുന്ന ഈ അടുത്തിടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ഈ സമയത്തൊന്നും വരാത്ത പോലെ 2-3 വട്ടം കോൺഗ്രസ്സുകാർ വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഇത്തവണ സ്ലിപ്പ് കൊടുത്തിരുന്നു. സ്ലിപ്പ് കൊണ്ടുകൊടുത്തു. അപ്പോഴേ നമുക്ക് മനസ്സിലായി എന്ത് പറ്റി. നേരത്തെ എന്താണ് ഇത് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ, ഈ ബൂത്തിൽ ഇരിക്കുന്നവനൊന്നും 5 പൈസ കൊടുക്കും. പൈസ കൊടുക്കാതെ വരില്ല, പോസ്റ്റ് ഒട്ടിക്കാൻ വരെ പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇത്തവണ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നല്ലപോലെ പൈസ ഉണ്ടാക്കി, ഫണ്ട് ഉണ്ടാക്കി എല്ലാ സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസ് ഫണ്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് ഒരു കെങ്കാമമാക്കി മാറ്റാൻ കെ സി വേണുഗോപാലിന് സാധിച്ചു. പിന്നെ സതീശൻ സ്വന്തമായിട്ടൊരു കുഴി വെട്ടി. അതെന്താ എന്നറിയോ? അതായത് ഒറ്റ MP മത്സരിപ്പിക്കരുതെന്നും പറഞ്ഞ് പുള്ളി പ്രഖ്യാപനം നടത്തി. അത് സത്യത്തിൽ വേണുഗോപാലിനാണ് അത് ലോട്ടറി ആയിരിക്കും അല്ലേ? അതെ. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ
പരമാവധി എം പിമാരെയും അനുകൂലമായിട്ട് എം എൽ എ മാത്രമല്ല എം പിക്ക് പ്രത്യേകം ചെയ്യാനെങ്കിൽ പരമാവധി എം പിമാരെയും ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ എത്തിച്ച് കേസിക്ക് പിന്തുണ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെന്നാണ്. പിന്നെ വേറെ ഞാൻ കേട്ട ഒരു സംഭവം, ഈ KCയോട് കോൺഗ്രസിൻ്റെ മറ്റ് ഉന്നത തലത്തിലുള്ള ആൾക്കാർക്ക് അത്ര താല്പര്യമില്ല, നോർത്ത് ഇന്ത്യൻ ലോബിക്ക്. അപ്പം രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് ഇദ്ദേഹത്തോട് അടുപ്പമുള്ളത്. അപ്പോൾ ഈ പുള്ളിയെ മുഖ്യമന്ത്രിയാക്കി ഇവിടോട്ട് അങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ സംഘടനാ ചുമതലയുള്ള ഒരു ACC ജനറൽ സെക്രട്ടറി വെക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു സാമ്പത്തിക ആരോപണം എന്തോ ഉയർന്നിരുന്നു. ആ ഉയർന്നിരുന്ന കേസ് അത് കോൺഗ്രസ് തള്ളി, അത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് അവർ തള്ളുകയുണ്ടായി. അപ്പം ചുരുക്കി പറഞ്ഞ എം പിമാരെ മത്സരിപ്പിക്കില്ല എന്ന് കടുംപിടുത്തം പിടിച്ച VD സതീശൻ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എം പിമാരും മത്സരിച്ചില്ല, പക്ഷെ ഒരു MP മുഖ്യമന്ത്രിയാവും. അല്ല, അത് രസകരമായ കേരളത്തിൽ അങ്ങനെ ഒരു MP കേരളത്തിലെ മുഖ്യമന്ത്രി ആയത് അച്യുത് മേനോനാണ്. അതെ, 69 EMS മന്ത്രിസഭ വീണപ്പം പകരം മുഖ്യമന്ത്രി കോൺഗ്രസ് ഇടപെട്ട് മന്ത്രിസഭ ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിലും ആര് മുഖ്യമന്ത്രി ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശ്രീകണ്ഠൻ നേരെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മുൻ മുഖ്യമന്ത്രി ആയാലും അയക്കാൻ താല്പര്യമില്ല എന്നാണ്. RSP നേതാവായിരുന്നു, അദ്ദേഹം പോയി. അങ്ങനെ അവസാനം അച്യുത മേനോൻ രാജ്യസഭ വാങ്ങണം. അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് കൊണ്ടുവന്ന് ഇവിടെ മുഖ്യമന്ത്രി ആക്കിയത്. പിന്നെ അദ്ദേഹത്തിന് ബൈ ഇലക്ഷൻ മത്സരിക്കേണ്ടി വന്നു. അന്ന് കൊട്ടാരക്കര ചടയമംഗലമാണ് അദ്ദേഹം ബൈ ഇലക്ഷൻ മത്സരിച്ചത്, ഒരു മണ്ഡലമാണ്. അപ്പം എന്തായാലും KC എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതിൽ അധികം എതിർപ്പാർക്ക് ഉന്നതമായിട്ട് ഇല്ല. അത് മാത്രമല്ല, ഈ പാർട്ടി നേതാക്കളാണെങ്കിലും MLA ജയിക്കാൻ പോണ MLA അവർക്ക് സീറ്റ് എടുത്ത പുള്ളിയല്ലേ, സ്വാഭാവികമായിട്ടും അവർക്കല്ലേ അങ്ങോട്ട് വിധേയത്വം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തതാണ്, ഈ KC മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ ഈ VD സതീശൻ ഒരു കാരണവശാലും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം വെറും ഒരു MLA ആയിട്ട് തന്നെ മാറി നിൽക്കത്തേ ഉള്ളൂ. അദ്ദേഹത്തിനെ വല്ല KPCC പ്രസിഡന്റ് വല്ലതും കൊടുത്ത് അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം വരും. പക്ഷേ മന്ത്രിസഭയിൽ വന്നാൽ പുള്ളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ധനകാര്യ വകുപ്പ് കൊടുക്കേണ്ടി വരും. ധനകാര്യ വകുപ്പ് ഇപ്പോൾ CP ഉണ്ടല്ലോ, CP ഉള്ളതുകൊണ്ട് അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ടും ധനകാര്യ വകുപ്പ് CP ആയിരിക്കും. പക്ഷേ പൊതുമരാമത്ത് അതുപോലെയുള്ള റവന്യൂ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാന വകുപ്പ് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുമരാമത്തൊന്നും ചിലപ്പം മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുക ഇല്ല, അവരെ ഒന്നും വിട്ടുകൊടുക്കില്ല. വിദ്യാഭ്യാസം, വ്യവസായം ഒന്നും അവർ വിട്ടുകൊടുക്കില്ല. അവരുടെ ഏറ്റവും നല്ല വകുപ്പുകളല്ല അവർ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നതിന് പകരം ഇത് പിന്നെ വലിയ വലിയ വകുപ്പുകൾ തന്നെ. ഒരു കാലത്ത് ഈ വ്യവസായ ഇലക്ട്രിസിറ്റിയൊക്കെ കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ CPയുടെ കൈവശം വരുന്ന വകുപ്പുകളാണ് നമ്മൾ എപ്പോഴും ഓർത്തുന്നത്. ഈ ഇടതുപക്ഷ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ CPക്കാരെല്ലാം കൂടെ LDFിൽ പോയിട്ട് പിന്നെ കിട്ടിയത് മുഴുവൻ ഏതെങ്കിലും ഇതുവരത്തെ അപ്രധാനമായ വകുപ്പുകൾ തന്നെയാണ് കൂടുതലും. റവന്യൂ വകുപ്പ്, ഇപ്പോൾ റവന്യൂ വകുപ്പ് പോലും പണ്ടത്തെ റവന്യൂ വകുപ്പ് അല്ല എന്ന് പറയാം. അന്നത്തെ പോലെ അത്രയും വിപുലമായ അധികാരങ്ങളൊന്നും അല്ല റവന്യൂ വകുപ്പ് എന്ന് പറയും. അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു. ഇപ്പം ഈ KCക്ക് ഇപ്പം സത്യത്തിൽ സതീശൻ ഒരു എതിരാളി അല്ല അല്ലേ? അല്ല, ഫലത്തിന് എതിരാളി അല്ല എന്ന് പറയാം. KC വിചാരിച്ചാൽ, അദ്ദേഹം ആഗ്രഹിച്ചാൽ മുഖ്യമന്ത്രിയാവാം. ഈ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പലരോടും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തലയുടെ അവസ്ഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പം അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ KC ഗ്രൂപ്പിനോട് ഒട്ടി നിൽക്കുന്നത് കൂടുതൽ ഈ ചെന്നിത്തല ഭക്തരാണ്. അവര് ഇപ്പം പകുതി ചെന്നിത്തലയും പകുതി KC മുഖ്യമന്ത്രിയാവുന്നു കണ്ടാൽ മൊത്തം KC ആവും. ചെന്നിത്തലയെ വിട്ട് ഇവരെ അങ്ങോട്ട് പോകും. പിന്നെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യുവന്മാരുടെ ഗ്രൂപ്പുകളെയും തമ്മിലടിയും മാത്രമായിരിക്കും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത്. വേറെ ഇവിടെ ഒരു ഭരണമോ ഒന്നും നടക്കും. മുഖ്യമന്ത്രിയെ ചൊല്ലി ഇതാണ് അടിയെങ്കിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി നമ്മൾ നേരത്തെ പറഞ്ഞാൽ കൂട്ടടിയായിരിക്കും. പിന്നെ ഒരു മന്ത്രി സ്വസ്ഥമായിട്ടേക്ക് അവർ സമ്മതിക്കില്ല. പിന്നെ ആരോപണങ്ങളായി, ബഹളമായി, ഗുസ്തിയായി. ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ പറ്റുന്ന പാർട്ടി ലീഗ് മാത്രമാണ്. ലീഗ് ഒരു സ്ട്രോങ് നിലപാടെടുത്ത് തലങ്ങൾ കളഞ്ഞിട്ട് പോകുമെന്നുള്ള രീതിയിൽ നിലപാടെടുത്താൽ മാത്രമേ ഇവർ അടക്കിയിരുത്താൻ പറ്റുള്ളൂ. ഈ പിന്നെ പ്രതിപക്ഷം CPM പ്രതിപക്ഷമായിട്ട് വരുന്നതോടെ LDFിന് CPM പ്രതിപക്ഷമാകുന്നതോടെ DYFയും SFIയും എല്ലാം കൂടെ ഇറങ്ങി ചോറാക്കും. ഇവന്മാർ എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പണിയുടെ ഭാഗമായിട്ട് ഇവർ തന്നെ ഇവരുടെ ആൾക്കാർക്ക് പെണ്ണ് കേസുമായിട്ട് വരും. പെണ്ണ് കേസ് വരും, ചോർത്തി കൊടുക്കും. CPMകാർക്ക് എല്ലാം ചോർത്തി കൊടുക്കും. അതാണ് എല്ലാം ചോർത്തി കൊടുക്കും. ഉമ്മൻചാണ്ടിയുടെ കേസിനകത്ത് നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കേസ് CPMന് അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ വടിയാണ് ആണല്ലോ. അത് അവർ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. നമുക്ക് അറിയാവുന്ന എത്രയോ കേസുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിലൊന്നും കേസ് ആരോപണങ്ങളൊക്കെ തന്നെ സ്വന്തം പാർട്ടിക്കാരുണ്ടെന്ന് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ മാധ്യമ സാധനങ്ങൾ കയറി ഇറങ്ങിയ കേസുകളൊന്നും കൊടുക്കും. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആളൊക്കെ ആയിരിക്കും ഈ ഇവന്മാർക്കെതിരെ, സ്വന്തം നേതാവിനെതിരെ ഈ പരാതിയും തെളിവ് കൊണ്ട് വരുന്നത്. ഇത് പലപ്പോഴും വ്യാജ രേഖകളായിരിക്കും ചെയ്യും. ഈ സതീശന് വേണ്ടി കൈവെക്കാൻ സതീശനല്ലാതെ ഒരു MLA ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെപ്പാടെ പുള്ളിക്ക് ഒരേ ഒരു പ്രതീക്ഷ ഷിയാസാണ്. ഷിയാസ് ജയിച്ചില്ലെങ്കിൽ അത് തീർന്നു. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സതീശനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് K. സുധാകരൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നത്.
കെ സുധാകരൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞാണ് ഇതിപ്പോൾ ലൈവ് ആക്കി തീർത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് വെള്ളാപ്പള്ളി കയറി അനവസരത്തിൽ കയറി പിന്തുണ പ്രഖ്യാപിച്ച് നാട്ടുകാർ മൊത്തം തെറി വിളിക്കുന്നുണ്ട് അയാളെ. താൻ ആരാ ഇത് തീരുമാനിക്കാൻ? ഞാനും ഒരു പോസ്റ്റ് ഇട്ടു, ആ മന്ത്രി ആരാണെന്ന് അവർ തീരുമാനിച്ചോളൂ, നമുക്ക് എന്തായാലും അത് അവർ ചെയ്യുക. അത് കെ സി യോഗ്യനാണ്, വെള്ളാപ്പള്ളിയാണോ പറയുന്നത്? അല്ല, LDF ഭരണത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ സംഭവിക്കാറില്ല. അത് തീരുമാനം നടപ്പിലാക്കും, അത്രേ ഉള്ളൂ. അല്ല, പിണറായി വിജയന് വേണ്ടി പുള്ളി പറയാറ്. പിണറായി വിജയൻ ഭക്തനാണെന്നുള്ളത് ലോകത്തെ അറിയിച്ചത് വെള്ളാപ്പള്ളിയുടെ. അല്ല, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് KC ഭക്തനാണെന്നോ അല്ലെങ്കിൽ KC മഹാനാണെന്നോ പുള്ളി തന്നെ പറയും. അത് അത് കേസ് കിടക്കലൊക്കെ സ്വന്തം പേര് കുറെ കേസില്ലേ ഉണ്ട്, അതാണ് പ്രശ്നം. മൈക്രോ ഫിനാൻസ് അടക്കമുള്ള കേസ് കേന്ദ്രം ഡീൽ ചെയ്തോളും. സംസ്ഥാനത്തെ കേസിനകത്താണ് പ്രശ്നം. അത് പിന്നെന്താ, നമ്മള് മരിക്കുന്നതും വരെ അകത്ത് പോയിരിക്കാനുള്ള ഒരു ശ്രമമാണ്. പിന്നെ അത്രേ ഉള്ളൂ. ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വിഷയമില്ലല്ലോ. മരിക്കുന്നിടം വരെ ഞാൻ എൻ്റെ കാലം കഴിയുന്നിടം വരെ അകത്ത് പോകരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. എന്തായാലും ഈ കോൺഗ്രസ് അധികാരം എവിടെയൊക്കെയോ അധികാരം മണത്തപ്പോഴേക്കും ഇത്രയാണെങ്കിൽ ശരിക്കും അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവരെ എന്താണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ ഇടയ്ക്ക് നടത്തിയ പ്രവചനം തന്നെ ശരിയാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവരെയാണല്ലോ നമ്മൾ കൊണ്ടുവന്നത്, നമ്മൾ 5 വർഷം കഴിയുമ്പോൾ ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് വളരെ കഷ്ടമാണ്, മോശമാണ്. നാട്ടിൽ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. അല്ല, ഈ 5 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ മാറുന്നതോടെ CPM-നോടുള്ള എതിർപ്പ് നാട്ടുകാരെ കുറയും. ഇയാൾ ഇവിടെ കിടന്ന് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ, അയാളും അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നാണ് സത്യത്തിൽ ഇത്തവണ പിണറായി വിജയൻ്റെ ഭരണം നഷ്ടമാകാൻ കാരണം. ഒന്ന്, പിണറായി വിജയനും അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ചേർന്നുള്ള ഒരു ഫോക്കസാണ്. കിണറുകോലും പിന്നെ എന്ത് ചെയ്താലും പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഈ എത്ര ചീഞ്ഞ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എന്തൊരു സുഗന്ധം എന്ന് പറയുന്ന അണികളാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം. ആ സുഗന്ധം അവർ അമേദ്യത്തിൻ്റെ സുഗന്ധം പോലും പിന്നെ പാൽപ്പായസമാണെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്ന കുറേ അണികളുണ്ട്. അവരാണ് സത്യത്തിൽ ഈ ഭരണം കൊണ്ട് കളഞ്ഞാൽ തുടർഭരണം ഉറപ്പായിട്ടും ഇവിടെ ലഭിക്കുന്നത്.